ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 96 റിവ്യൂ. 95-ാം ദിവസം കുറ്റിത്തെറിച്ച് ആദില ഔട്ടായിരിക്കുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിച്ച എവിഷൻ. മോർണിംഗ് ടാസ്കിൽ ഒരാളുടെ സോറി പറയാനും ടാങ്കി പറയാനും പറഞ്ഞ് ബിഗ് ബോസ്. പാത്രം കഴുകാൻ എപ്പോഴും വരാൻ പറഞ്ഞ് ആദിലേനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അതുകൊണ്ട് ആദിലയോട് സോറി പറഞ്ഞ് അനീഷ്. എൻ്റെ സുഹൃത്തായ ഷാനവാസിനാണ് ടാങ്കി പറയുന്നതെന്ന് അനീഷ്. ഷാനവാസാട്ടെ ടാങ്കി പറഞ്ഞത് അനീഷിനും സോറി പറഞ്ഞത് ലക്ഷ്മിക്കാണ്. ബിന്നിക്കും അക്ബറിനും സോറി പറഞ്ഞു. അക്ബർ സോറി പറഞ്ഞ് ശാരിക കെബിക്കും ടാങ്കി പറഞ്ഞത് ആര്യനുമാണ്. ശാരിക കെബി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നാണ് താൻ കരുതിയതെന്ന് അക്ബർ. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ആരും സംസാരിക്കാത്തപ്പോൾ എനിക്ക് കൂട്ടുണ്ടായിരുന്നതും സംസാരിച്ചതും ആര്യനാണെന്ന് അക്ബർ കരുതുന്നുണ്ടായിരുന്നു. നെവിൻ സോറി പറഞ്ഞ് അനുമോൾക്കും ഷാനവാസിനുമായിരുന്നു. ടാങ്കി പറഞ്ഞ് ജിസൈലിനും. ജിസൈൽ എന്നെ ഞാനായിട്ട് കണ്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് നെവിൻ. അനുമോൾ സോറി പറഞ്ഞ് രേണുസുതിയോടും ടാങ്കി പറഞ്ഞ് ശൈത്യ, ആദില, നൂറ എന്നിവരോടുമായിരുന്നു. ആദില സോറി പറഞ്ഞ ആര്യനോടും ടാങ്കി പറഞ്ഞത് അനുമോളോടുമായിരുന്നു. അത് ടാങ്കിയാണോ പിന്നിൽ നിന്ന് കുത്തുകയാണോ ചെയ്തതെന്ന് പ്രേക്ഷകർക്ക് തോന്നും. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ ഷാനവാസ് പറഞ്ഞിട്ട് സോൾവ് ആക്കിയെങ്കിലും പിന്നെയും അത് കടിച്ചു പിടിച്ച് ആദില. നൂറ എനിക്ക് സോറി പറയാൻ ആരോടുമില്ലെന്നും എങ്കിലും കഴിഞ്ഞ ദിവസത്തെ വഴക്കിന്റെ പേരിൽ ശാരിക ഗബയോട് പറയുന്നുവെന്ന് നൂറ. ടാങ്ക് യു ശൈത്യയോടും. ഈ അവസരം പോലും ഗെയിമായിട്ട് ഉപയോഗിക്കുന്നവർ ഉണ്ട് ഇവിടെ. നെവിനും അക്ബറും ഷാനവാസും അനീഷുമൊക്കെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ച്. ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞായിട്ട് തോന്നുന്നില്ല. അനുമോളുടെയും ആദിലയുടെയും നൂറയുടെയും ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും ഫേക്കാണെന്ന് പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അനുമോൾ സോറി പറഞ്ഞപ്പോൾ നന്നായി തന്നെ എടുത്ത രേണുസുതി. പുതുപ്പിന്റെ കാര്യം സോറി പറയുന്നില്ലെന്ന് ജിസൈൽ ചോദിക്കുന്നുണ്ടായിരുന്നു. നെവിൻ സോറി പറയുന്നത് വളരെ ഹൃദയസ്പർശിയായി തന്നെ എടുത്ത ഷാനവാസ്. ലക്ഷ്മിയും ഷാനവാസിന്റെ സോറി നന്നായി തന്നെ എടുത്തു. അക്ബറിന്റെ സോറി ശാരിക കെബിക്ക് സന്തോഷമായി. ആര്യനോട് പറഞ്ഞ താങ്ക് യു ആര്യൻ കാര്യമായിട്ട് എടുക്കുകയും ചെയ്തു. ഇതിനുശേഷം കോളികൾക്കും സൃഷ്ടിച്ച സംഭവവികാസങ്ങൾ ബിഗ് ബോസ് അവരെ കാണിക്കുകയുണ്ടായി. എല്ലാവരുടെയും വഴക്കും അടിപിടിയും ഹീറോയിസവും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. നല്ല എഡിറ്റിംഗുകാർക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു. കാരണം അടിയോടെ അടിയല്ലേ അവിടെ എപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എളുപ്പം ഏത് കട്ട് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് KP നമ്പൂതിരിയുടെ അവരുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അവർക്ക്. അനീഷ് ഷാനവാസിന്റെ ഒപ്പം, ഷാനവാസ് അനീഷിന്റെ ഒപ്പവും, അക്ബർ അപ്പാനിയുടെ ഒപ്പവും, അനുമോൾ ആദിലയുടെ ഒപ്പവും, നൂറ അനുമോളുടെ ഒപ്പവും, നെവിൻ മസ്താനിയുടെ ഒപ്പവും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത്. അതിനുശേഷം ഷാനവാസും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇന്നലെ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയതിനു ശേഷം ആദില അതെടുത്തിട്ട് ശരിയായില്ല എന്ന് ഷാനവാസ്. ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ ആദില പോകുമെന്ന് അനുമോൾ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് അനുമോൾ. എന്തും പറയും എന്തും കാണിക്കുമെന്ന് അനുമോൾ. ആദില എന്തോ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഷാനവാസ്. അതെന്താണെന്ന് അനുമോൾ ചോദിക്കുന്നു. ഷാനവാസ് വ്യക്തമായി പറയുന്നൊന്നുമില്ല. അപ്പാനി ഇന്നലെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നും എന്തോ കാര്യം എൻ്റെ അത് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ മൂലയ്ക്ക് പോയി ഇരിക്കുമെന്നും അപ്പാനി പറഞ്ഞുവെന്ന് അനുമോൾ. അതിനുശേഷം ബിഗ് ബോസ് അവിടെ നടന്ന ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള വീഡിയോ കാണിച്ചു. അനീഷിന്റെയും ഷാനവാസിന്റെയും ഫ്രണ്ട്ഷിപ്പ്, അക്ബറിന്റെയും അപ്പാനിയുടെയും ആര്യന്റെയും ഒക്കെ ഫ്രണ്ട്ഷിപ്പ്, അനുമോളും ആദിലയും നൂറയും ഷൈത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അനുമോളെ കെട്ടിപ്പിടിച്ച് ആദില, തൊട്ടുപുറകെ നൂറയും പിന്നെ ഷൈത്യമൊക്കെ വരുന്ന കെട്ടിപ്പിടിക്കുന്നു. എന്തൊരു വെറുപ്പീരാണ്. പ്രേക്ഷകർക്ക് ശരിക്കും വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. കുറച്ച് സമയം കെട്ടിപ്പിടിക്കുക, അതിൻ്റെ അപ്പുറം പോയി ഇന്ന് കുറ്റം പറയും. ഇത് തന്നെയാണ് അവരുടെ സ്ഥിരം പരിപാടി. അത് ഒരു തവണ, ഒന്നോ രണ്ടോ തവണയൊന്നുമല്ല, പലതവണ. ആൾക്കാർക്ക് തന്നെ ഭ്രാന്താണ്, പ്രേക്ഷകർ തന്നെ വിട്ടുകളാണ്. ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് നന്നായിട്ട് കൂട്ടുവിടുക, അല്ലെങ്കിൽ മാറി നിൽക്കുക. ഇത് ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ഷാനവാസും അനുമോളും തമ്മിലുള്ള വീണ്ടും ഒരു കോൺവെർസേഷൻ. ഞാൻ എൻ്റെ PR നമ്പർ അതിലേക്ക് കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണെന്ന്. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും നമ്പർ അല്ലാതെ വേറെ ഒരു നമ്പറും അറിയില്ല. ഞാൻ കൊടുത്തത് അത് എൻ്റെ നമ്പറാണ് എന്ന് അനുമോൾ. ആദിലയുടെ നമ്പർ ഞാൻ പകരം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് എൻ്റെ PR നമ്പർ അവൾക്ക് കൊടുക്കുന്നത്? എന്നേക്കാൾ പ്രശ്നം അന്ന് അക്ബറുമായിട്ട് അവൾക്കുണ്ടായിരുന്നു. അവളാണ് അക്ബറിൻ്റെ കാര്യം എടുത്തിട്ടതെന്ന്. അവളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ നമ്പർ അവൾ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് PR നമ്പറല്ല, അത് എൻ്റെ നമ്പറാണ്. ശൈത്യ അങ്ങോട്ട് കടന്നു വരുന്നപ്പോൾ എൻ്റെ നമ്പർ അവളുടെ കബോർഡിൽ തന്നെയുണ്ട്. അവളേതും എൻ്റെ കബോർഡിലും ഉണ്ടെന്ന് അനുമോൾ. അപ്പുറത്ത് മാറി മാറിയിരുന്ന് ബേബിമാരുടെ വർത്താനം പറിച്ചിൽ. അത് അനുമോളുടെ നമ്പർ തന്നെയാണെന്ന് ആദില. അതെനിക്ക് മാറിപ്പോയതാ. അനുമോൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് വിളിച്ചു പറഞ്ഞ അക്ബറിനെ നെഗറ്റീവാക്കാൻ. അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ആദില. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് ആദില. ഇപ്പോൾ PR മാറി എങ്ങനെയാണ് അനുമോളുടെ നമ്പറായത്? ആദില കള്ളത്തരമാരണം പറയുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആദിലയും നൂറയും അനുമോളും കള്ളിമാരാണ്. അവർ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇപ്പോൾ തിരിച്ച് അനുമോൾക്കെതിരെ തിരിച്ചു പറയുന്നു, അത്രമാത്രം. നൂറ ആദിലോട്, അനുമോൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബേബിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അനുമോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന്. അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ അക്ബറിനോട് പറഞ്ഞതെന്ന്. എന്നാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ അന്നേരം തന്നെ പറയാമായിരുന്നില്ലേ? അക്ബറിനെതിരെ ഇവരെന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. ഇവരും അനുമോളും ഒക്കെ ചേർന്നിട്ടായിരിക്കും ഒന്നെങ്കിൽ കളിച്ചത്, അല്ലെങ്കിൽ ഇവർ അനുമോൾക്കെതിരെ പണിയുന്നതായിരിക്കും. അതാണെങ്കിലും ഇവർ മൂന്നുപേരും ശരിയല്ലെന്ന് പ്രേക്ഷകർക്ക് നല്ല വ്യക്തതയുണ്ട്, നല്ല ധാരണയുണ്ട്. എന്നിട്ട് ഇപ്പോൾ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്കെതിരെ പ്രയോഗിക്കുന്നു, അത്രമാത്രം. അടുത്തത് മിഡ് ബിഗ് എവിഷനായിരുന്നു. ഒരു ബോംബ് പോലത്തെ വസ്തുവിൽ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ പുക വന്നു കഴിഞ്ഞാൽ ആൾ സേവ് ആവും, റെഡ് പുക വന്നു കഴിഞ്ഞാൽ ആൾ ഔട്ടാവും. എല്ലാവരെയും നേരെ നിർത്തുന്നു. ആദ്യം നെവിനെയും ഷാനവാസിനെയും കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഗ്രീൻ കിട്ടി, അവർ സേവായി. പിന്നീട് അനുമോളെയും അനീഷിനെയും കൊണ്ട് കട്ട് ചെയ്യിക്കുന്നു. അനുമോൾക്ക് ഗ്രീൻ വന്നു. അനീഷിന് എന്തോ സാങ്കേതിക പ്രശ്നം മൂലം അനീഷിന് ഒന്നും വന്നില്ല.
അടുത്തത് ആദിലയും നൂറയും അക്ബറുമായിരുന്നു. ആദിലയ്ക്ക് റെഡ് പുക വന്നു, ബാക്കി എല്ലാവർക്കും ഗ്രീൻ. അങ്ങനെ അവർ സേവായി. ആദില ഔട്ടായി. എല്ലാവരും കാത്തിരുന്ന ഒരു എവിഷനായിരുന്നു. ആദില ഔട്ടാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു. അനുമോൾ ഗ്രീനായപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആര്യൻ. ഷാനവാസിനും നെവിനും നല്ല സന്തോഷമായിട്ടുണ്ട്. എല്ലാവരോടും യാത്ര ചോദിച്ചു പോകുന്ന ആദില നൂറയോടും യാത്ര ചോദിക്കുന്നു. 2 ദിവസത്തെ കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ പോകുന്നു. അങ്ങനെ ആദില പുറത്തായിരിക്കുന്നു. നൂറ ശരിക ഖലാഫിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയാമായിരുന്നില്ല ആദില പുറത്തു പോകുമെന്ന്. അവർ എന്തോ രഹസ്യം പറയുന്നു. അനുവിൻ്റെ PR-നെ കുറിച്ചായിരിക്കും മിക്കവാറും പറഞ്ഞത്. അല്ലെങ്കിൽ ആദില പുറത്തുപോയാൽ നിനക്ക് വോട്ട് കൂടും, നിങ്ങൾ 2 പേരുമുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് സ്പ്ലിറ്റായി പോകും, ഇതേതായാലും പുറത്തു പോയത് നന്നായി എന്നായിരിക്കും പറഞ്ഞത്. ശാരിക കേബിയൊക്കെ നൂറയോട് ആശ്വാസം കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഒറ്റയ്ക്കിരുന്ന് മാറിയിരുന്ന് കരയുന്ന നൂറ. ഇനി ബാക്കിയുള്ളത് 6 പേർ. അർഹിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുക. അനീഷും അനുമോളും തമ്മിലാണ് മത്സരം കടുത്തത്. ഇവരിൽ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അനീഷ് വിജയിക്കണോ, അനുമോൾ വിജയിക്കണോ, PR വിജയിക്കണോ, കോമണർ വിജയിക്കണോ? വോട്ട് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഫസ്റ്റ് ആരാണ് ആകാൻ പോകുന്നത് എന്ന് അവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രേക്ഷകർ 1, 2 കോൺസെൻട്രേഷൻ ചെയ്യുക. അതായിരിക്കും നല്ലത്.